ഇയാൾ എനിക്ക് മെസ്സേജ് ചെയ്തും പലയിടത്തും വെച്ചും നേരിട്ടും എന്നോട് ക്യാഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മകൾക്ക് ഇങ്ങനൊരു അപകടം സംഭവിച്ചിട്ട് കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു അച്ഛൻ പ്രതിയെന്ന് പറയപ്പെടുന്ന ആളോട് ക്യാഷ് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതിനുള്ള തെളിവുകൾ ഞാൻ തരാം, രാംദേവ് പറഞ്ഞു. അത് കേട്ട് രാഘവനൊന്ന് പതറി. അയാൾ ഉടനെ നോക്കി ചോദിച്ചു, നീ കുറെ നേരമായാലോ പറയുന്നു, എന്ത് തെളിവാണ് നിനക്ക് കാണിക്കാനുള്ളത്? രാഘവൻ ചോദിച്ചു. അപ്പോൾ രാംദേവ് ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി. മിസ്റ്റർ രാഘവൻ, നിങ്ങളുമായിട്ട് എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ഈ പ്രശ്നം നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. നിങ്ങളുടെ മകളെ സ്വന്തം അനിയത്തെ പോലെ കണ്ടു എന്നല്ലാതെ ഒരു തെറ്റും ഞാൻ നിങ്ങളോട് ചെയ്തിട്ടില്ല. എന്നിട്ടും നിങ്ങൾ എന്നെ ാക്കി നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി. എന്നിട്ടും ഞാൻ നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് ഞാൻ യാതൊരു തരത്തിലും വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വേദിയിൽ വെച്ചുപോലും നിങ്ങൾ എന്നോട് മോശമായി തന്നെ സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ സംരക്ഷിക്കേണ്ട യാതൊരു ബാധ്യതയുമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാം, ഇയാൾ ക്യാഷ് ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം എന്റെ അസിസ്റ്റന്റ് ശിവ അടക്കം എല്ലാവർക്കും അറിയാവുന്നതാണ്. ശിവയെയും ഇയാൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇയാൾ എന്നോട് ആവശ്യപ്പെട്ടത് 5 കോടി രൂപയാണ്. എനിക്കത് ചിലപ്പോൾ കൊടുക്കാൻ സാധിച്ചേനെ. പക്ഷേ അങ്ങനെ കേസ് ഒതുക്കിയാൽ ഞാൻ തെറ്റ് ചെയ്തു എന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കും. അത് പാടില്ലെന്ന് എനിക്ക് തോന്നി. പിന്നെ സഹോദരിയെ പോലെ കണ്ട ഒരു കുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതെത്രത്തോളം ഒരാളെ മാനസികമായി തളർത്തി കളയുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച മെന്റൽ സ്ട്രെസ് എന്നെക്കൊണ്ട് എത്തിച്ചത് വളരെ മോശമായൊരു നിലയിലേക്കാണ്. എന്നിട്ടും ഞാൻ ഇത്രയും നേരം രാഘവനോട് മര്യാദയ്ക്ക് തന്നെയാണ് സംസാരിച്ചത്. മറ്റൊരാളാണ് എന്റെ സ്ഥാനത്തെങ്കിൽ ഉറപ്പായും ഇയാളുടെ ചെവിക്കല്ലടിച്ച് പൊളിച്ചിട്ടേ സംസാരിക്കുകയുള്ളൂ. പക്ഷേ ഞാനത് ചെയ്യാത്തത് ആ കുട്ടിയോർത്ത് മാത്രമാണ്, രാംദേവ് പറഞ്ഞു നിർത്തി. അപ്പോൾ രാഘവനും മറ്റുള്ളവരും അവനെ തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവന്റെ കയ്യിൽ ഈ പറയുന്നതിനെല്ലാം എന്തോ തെളിവുണ്ടെന്ന് മാത്രം എല്ലാവർക്കും മനസ്സിലായി. അവന്റെ ഓരോ വാക്കിലും ഒരു സഹോദരന്റെ സ്നേഹം പ്രകടമാകുന്നുണ്ടായിരുന്നു. എല്ലാവരും നോക്കി നിൽക്കെ റാം പറഞ്ഞു, എന്റെ ലാപ്ടോപ്പിൽ കുറച്ച് കോൾ റെക്കോർഡിംഗ്സും ഡോക്യുമെന്റുകളും ഉണ്ട്. ആദ്യം അത് നിങ്ങൾ പരിശോധിക്കൂ. അതിനുശേഷം ഞാനിവിടെ കുറച്ച് വിഷ്വൽസ് കാണിക്കാം. നിങ്ങളെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ജനങ്ങളോടെങ്കിലും പറഞ്ഞതിന് ശേഷം മാത്രമേ ഇന്ന് ഞാൻ ഇവിടെ നിന്നും പോവുകയുള്ളൂ. രാംദേവ് പറഞ്ഞു നിർത്തി. അപ്പോൾ രാഘവന്റെ മുഖം വിളറിയിരുന്നു. റിപ്പോർട്ടർമാരെല്ലാവരും രാംദേവിനെയും രാഘവനെയും മാറി മാറി നോക്കി. അവർക്കും റാമിന്റെ ഭാഗത്ത് തെറ്റുകളില്ലെന്ന് തോന്നിത്തുടങ്ങിയിരുന്നു. രാംദേവ് തന്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. രാഘവൻ പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ച മെസ്സേജുകളും കോൾ റെക്കോർഡും മറ്റും എല്ലാം അതിൽ വിശദമായി ഉണ്ടായിരുന്നു. അവൻ അതെല്ലാം എല്ലാവരെയും കാണിച്ചു കൊടുത്തു. അതിനുശേഷം അവൻ അവരെ നോക്കി പറഞ്ഞു, എല്ലാം ഇതിലുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവൻ ആരാണെന്നും എത്രത്തോളം വലിയ ക്രിമിനൽ ആണെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത്രയും പറഞ്ഞ ശേഷം രാംദേവ് രാഘവനെ നോക്കി. രാഘവന്റെ മുഖം വിളറി വെളുത്തുപോയിരുന്നു. അവൻ അതൊക്കെ സൂക്ഷിച്ചു വെച്ച് കാണുമെന്ന് അയാൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന് ഞെട്ടലായിരുന്നു അയാളുടെ കണ്ണിൽ. അയാൾക്ക് പെട്ടെന്ന് എന്തു പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ പറഞ്ഞു, ഇതൊന്നും വിശ്വസിക്കരുത്. രാംദേവ് ഈ തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതായിരിക്കും. അങ്ങനെ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുമല്ലോ. എന്നെ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. നോക്ക്, ഒരു മോളെപ്പറ്റി അച്ഛൻ അങ്ങനെ ഇല്ലാത്തത് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മോളുടെ ഭാവിയെങ്കിലും ഞാൻ ഓർക്കില്ലേ? അവള് നാളെ സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി നടക്കേണ്ട ആളാണെന്ന് വ്യക്തമായി ബോധ്യമുള്ള ആളല്ല അച്ഛൻ. ഒരിക്കലും എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. ലോകത്തിലെ ഒരച്ഛനും സാധിക്കില്ല. എന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളൊന്നുമില്ല. വിശ്വസിക്കണം, ഒരച്ഛന്റെ വേദനയാണ്. രാഘവൻ വളരെ വിഷമം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അത്രയും വേദനയോട് പറയുന്നത് കേട്ട് റിപ്പോർട്ടർമാർക്ക് വീണ്ടും 2 മനസ്സായി. ഒരു റിപ്പോർട്ടർ ചോദിച്ചു, ഇയാൾ പറയുന്നത് ശരിയല്ലേ? ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളൂ. ഒരു ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും കോൾ റെക്കോർഡറൊക്കെ ഉണ്ടെന്ന് വെച്ച് ഇയാളെ തെറ്റ് ചെയ്തെന്ന് പറയാൻ സാധിക്കോ? മാത്രമല്ല, ഒരച്ഛൻ അങ്ങനെ ചെയ്യുമോ? റിപ്പോർട്ടർ ചോദിച്ചത് കേട്ട് രാംദേവ് അയാളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഒരച്ഛനും ചെയ്യില്ല, പക്ഷെ ഇയാള് ചെയ്യും. ഇയാള് പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയിരിക്കുന്ന ആളാണ്. ഇയാൾ ഒരു ക്രിമിനലാണ്. പിന്നെ ശാരിക ഇപ്പോ ഹോസ്പിറ്റലിലായതിന്റെ കാരണം പോലും ഇയാൾ തന്നെയാണ്. ഇയാൾ ചൂതാട്ടവും മറ്റും നടത്തി അതിന്റെ പൈസ കിട്ടാതെ ആവുമ്പോ വീട്ടിൽ ചെന്ന് ആ കുട്ടി ഉപദ്രവിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് സുഖമില്ലാതെ ആയത്. പോരാത്തതിന്
എനിക്കെതിരെ കേസ് കൊടുക്കാൻ ഇയാൾ ആ പെൺകുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അല്ലാതെ ആ പെൺകുട്ടി എനിക്കെതിരെ പരാതി പറയില്ല. കാരണം അവൾക്ക് നന്നായി അറിയാം ഞാൻ അവളെ എങ്ങനെയാണ് കണ്ടിരുന്നതെന്ന്. അവൾക്ക് മാത്രമല്ല, അവളുടെ അമ്മയ്ക്കും ഇയാൾക്കൊക്കെ അറിയാം. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി സ്കൂൾ ഫീസ് അടക്കം പല കാര്യത്തിലും സഹായിച്ചിട്ടുണ്ട്. രാംദേവ് പറഞ്ഞു നിർത്തി. അപ്പോൾ ഉടനെ രാഘവൻ റിപ്പോർട്ടർമാരെ നോക്കി പറഞ്ഞു, ഇയാൾ പറയുന്നതെല്ലാം കള്ളുവാണ്. ഞാൻ അങ്ങനെ ഒരു ദുശീലവും ഉള്ള ആളല്ല. പിന്നെ എന്റെ മകളെ ഞാൻ എന്തിനു ഉപദ്രവിക്കണം? ഞാൻ ദരിദ്രനായതുകൊണ്ടാണോ ഇയാൾക്ക് എന്തും പറയാമെന്നുള്ള ഒരു ധൈര്യം വരുന്നത്? ഇയാൾക്ക് കാശുണ്ട്, അതുകൊണ്ട് മീഡിയയും പോലീസും ഒക്കെ ഇയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. പക്ഷേ നിങ്ങൾ അത് അനുവദിച്ചു കൊടുക്കരുത്. ഒരച്ഛന്റെ അപേക്ഷയാണ്. രാഘവൻ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. അത് കേട്ട് റിപ്പോർട്ടർമാരൊക്കെ വല്ലാതെയായി. രാംദേവിന്റെ ഭാഗത്ത് എത്രയൊക്കെ സത്യമുണ്ടെന്ന് പറഞ്ഞാലും രാഘവൻ എന്ന അച്ഛൻ കരയുന്നത് കണ്ടപ്പോൾ എല്ലാവരും അയാളുടെ വശം ചേർന്നു. മിസ്റ്റർ റാം, നിങ്ങൾ വീണ്ടും വീണ്ടും ഇയാളെ മോശമായി കാണിക്കാൻ ശ്രമിക്കുകയാണ്. അയാൾ ക്രിമിനലാണോ ചൂതാട്ടക്കാരനാണോ എന്നൊന്നും നിങ്ങളെയോ ഞങ്ങളെയോ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്കറിയേണ്ടത് നിങ്ങൾ ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങൾക്കെതിരെ വന്ന കേസ് സത്യമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിന് നിങ്ങൾ എന്തിനാണ് ഇയാളുടെ രഹസ്യങ്ങൾ ചൂഴ്ന്ന് കണ്ടുപിടിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ കാണിച്ച തെളിവുകളെല്ലാം ഫേക്കായി ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ അത് കാണിക്ക്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലാതെ ഒരാൾ വെറുതെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. റിപ്പോർട്ടർമാർ പറഞ്ഞു. അവരോട് വെറുതെ സംസാരിച്ചു നിന്നിട്ട് കാര്യമില്ലെന്ന് രാംദേവിന് മനസ്സിലായിരുന്നു. റാം പറഞ്ഞു, ഞാൻ ഈ കാണിച്ച ഡാറ്റ കൃത്രിമമാണോ ഒറിജിനലാണോ എന്നൊക്കെ കണ്ടെത്താൻ ഇന്നത്തെ കാലത്ത് എളുപ്പമാണ്. അത് പോലീസ് ചെയ്തുകൊള്ളും. നിയമത്തിന് മുന്നിൽ കൊടുക്കുന്നതിന് മുൻപ് ഇതെല്ലാം നിങ്ങളെ ഒന്ന് കാണിച്ചുവെന്ന് മാത്രം. അതിനുശേഷം രാംദേവ് ശിവയെ നോക്കി. ശിവ, നമ്മുടെ കയ്യിലുള്ള വീഡിയോ കൂടി ഒന്ന് പ്ലേ ചെയ്തേക്ക്. അത് കണ്ടാലെങ്കിലും ഇവർ വിശ്വസിക്കുമെന്ന് നോക്കാം. അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം പോലീസുമായി സംസാരിക്കാം. അല്ലാതെ ഇവിടെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്തൊക്കെ തെളിവ് നിരത്തിയാലും ഇവിടെ കണ്ണീർ ഡ്രാമ മാത്രമേ വിജയിക്കൂ. എന്തായാലും ആ വീഡിയോ കാണിക്ക്. ഇയാളുടെ തനിനിറം ജനങ്ങളെങ്കിലും തിരിച്ചറിയട്ടെ, രാംദേവ് പറഞ്ഞു. ഉടനെ തന്നെ അസിസ്റ്റന്റ് ശിവ തന്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. എന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നീട്ടിവെച്ചു. അതിലൊരു വീഡിയോ പ്ലേ ആവുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഭയന്ന് നിൽക്കുകയായിരുന്നു രാഘവൻ. കള്ളങ്ങൾ വെളിപ്പെടുമോ? ഇതിൽ കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ രാംദേവിന്റെ കയ്യിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊക്കെ അയാൾക്ക് ഭയമുണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലും റിപ്പോർട്ടർമാർക്ക് മുമ്പിൽ പിടികൊടുക്കരുതെന്ന് അയാൾ തീരുമാനിച്ചിരുന്നു. അങ്ങനെ പിടികൊടുത്താൽ ധീരവ് തന്നെ ജീവനോടെ വെച്ചേക്കില്ലെന്ന് അയാൾക്കറിയാം. രാഘവൻ തന്റെ ടെൻഷൻ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ശിവ പ്ലേ ചെയ്ത വീഡിയോയിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. അതിൽ ധീരവും രാഘവനും ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് സംസാരിക്കുന്ന രംഗങ്ങളുണ്ടായിരുന്നു. അന്ന് നീലിമ ഷൂട്ട് ചെയ്ത രംഗങ്ങളായിരുന്നു അത്. അതിൽ രാഘവന്റെ മുഖം വ്യക്തമായി തെളിഞ്ഞിട്ടില്ലെങ്കിലും സംസാരിക്കുന്നയാൾ രാഘവനാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ധീരവനോട് റാമിനെ കൊടുക്കാനുള്ള പദ്ധതികൾ രാഘവൻ പ്ലാൻ ചെയ്യുന്നതും മറ്റും എല്ലാവരും വ്യക്തമായും കേട്ടു. അതോടെ ആളുകളുടെ ശ്രദ്ധ രാഘവന്റെ നേർക്കായി. തന്റെ നേർക്ക് റിപ്പോർട്ടർമാരെല്ലാം തിരിയുമെന്ന് മനസ്സിലായ രാഘവൻ ഉടനെ കരയാൻ തുടങ്ങി. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഒരു വീഡിയോ ഉണ്ടാക്കാൻ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടോ? ഇതിലുള്ളത് ഞാനല്ല. എന്തിനാണ് ഞാൻ റാമിനെ കൊടുക്കാൻ അങ്ങനൊരു പ്ലാൻ ചെയ്യുന്നത്? ദയവ് ചെയ്ത് എന്നെയും എന്റെ മോളെയും ഇങ്ങനെ അപമാനിക്കരുത്. അയാൾ പറയുന്നത് കേട്ട് റാം ശിവയെ നോക്കി. അപ്പോൾ റിപ്പോർട്ടർമാരിൽ ഒരാൾ വീണ്ടും ചോദിച്ചു, നോക്ക് മിസ്റ്റർ റാം, ഈ വീഡിയോയിൽ കാണുന്നത് രാഘവൻ തന്നെയാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.